ജിൻഡോ, അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇപ്പോഴും ആദ്യ പരാതിക്കാരി, രണ്ടാമത്തെ പരാതിക്കാരി, മൂന്നാമത്തെ പരാതിക്കാരിക്കെതിരെയൊക്കെ നടക്കുന്നത്. അതിന് പരോക്ഷമായ നേതൃത്വം നൽകുന്നതാവട്ടെ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർ സീനാദേവി കുഞ്ഞമ്മ, നിങ്ങളുടെ പാർട്ടിക്കാരൻ ഫെന്നി നൈനാൻ. അത് കൊണ്ടാടുന്നത് CPമാരും BJPക്കാരും അല്ല ജിൻഡോ, കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ്. ഞങ്ങൾ രാഹുലിനെ പുറത്താക്കിയവരാണെന്ന ഒറ്റ ന്യായത്തിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കോൺഗ്രസിന് ഒഴിയാൻ പറ്റുമോ ജിൻഡോ? ഹാഷ്മി, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചെയ്തികളുടെ ഉത്തരവാദിത്തം കോൺഗ്രസിനല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് അതിജീവിതന്മാരെ ആക്ഷേപിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തിനല്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ ശരിയല്ലാത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുകയും രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാമെങ്കിൽ അതിൽ താഴെയുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനൊന്നും കോൺഗ്രസിന് ഒരു ഭയപ്പാടുമില്ല. അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഫെനി നൈനാൻ്റെ ചോദ്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓരോ വ്യക്തികൾക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമൊന്നും ആരും തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. അത് നമ്മുടെ രാജ്യത്ത് അവകാശപ്പെട്ട കാര്യമാണ്. അതിനപ്പുറത്ത് ഇതിലെ ശരി തെറ്റുകൾ പരിശോധിക്കപ്പെടണം. കേട്ട പാത കേൾക്കാത്ത പാതി നമ്മളെല്ലാവരും ഓടുന്നതിൽ അത്ര ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. പോലീസിന് ഇക്കാര്യത്തിൽ ഒരു അധിക താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇപ്പോൾ മൂന്നാമത്തെ കേസിൻ്റെ കാര്യം പരിശോധിച്ചാൽ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സംഘടനാപരമായി നടപടിയെടുത്തു. അതിനപ്പുറത്ത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇത് ഒരു കോൺഗ്രസ് നേതാവിന്, ഒരു MLAക്ക് ചെയ്തുകൂടാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. ജിൻഡോ സംസാരിച്ച ഇത്രയും സമയത്തിനിടയ്ക്ക് വന്ന പരോക്ഷമായ രണ്ട് പിന്തുണ ഉണ്ടോ? ഒന്ന്, ഫെന്നി നൈനാന് പറയാനുള്ള അവകാശമുണ്ട്, ശരിയാണ്. പക്ഷേ ഫെന്നി നൈനാന്റെ ആ അവകാശം ഫെന്നി ഉപയോഗിക്കുമ്പോൾ അതിന് കാരണമാവുന്നത് എന്താണ്? അത് നയിക്കുന്നത് അതിജീവിതയെ കൂടുതൽ വേട്ടയാടാനാണ്. ഈ പറഞ്ഞ ഫെനിയുടെ ഇതുവരെയില്ല, ഫെനിക്ക് ഒരുപാട് പോസ്റ്റുകളുണ്ട്, ഇതുവരെ ഒരു പോസ്റ്റുമില്ലാത്ത ഷെയറുകൾ കൂടെ ഓരോ ഷെയറിലും അത് പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് എഴുതി വെക്കുന്നത് വൃത്തികേടുകളാണ് അതിജീവിതത്തെ പറ്റി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസിന് എന്താണ് ഇതിൽ അധിക താല്പര്യം ജിൻഡോ? രണ്ടും പരോക്ഷമായുള്ള പിന്തുണകളല്ലേ ഇതൊക്കെ? അല്ല, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെടുത്ത കേസുകളിൽ കേസ് എടുക്കണ്ടെന്നോ കേസെടുത്ത ഇതൊന്നും അല്ല എൻ്റെ അഭിപ്രായം. വ്യത്യാസം ഇതിൽ കേസ് എടുത്ത രീതിക്ക് ചില അധിക താല്പര്യം ഉണ്ട് കാശ്മീർ. അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി കിട്ടിയിട്ട് 13 ദിവസം അത് തലണയ്ക്കടയിൽ വെച്ച് ഉറങ്ങിക്കിടന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇമെയിലിൽ ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയുടെ വാസ്തവങ്ങൾ പരിശോധിക്കാതെ നടപടിയെടുക്കാൻ പോയത്. അതിജീവിത എന്ന് പറയുന്ന ആൾ, അവർ ഇപ്പോഴും, ആ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ, അവരാരായാലും അവർ ഇതുവരെ പോലീസിന് മുമ്പിൽ എത്തിയിട്ടില്ല. അവർ നേരിട്ട് എത്തിയിട്ടില്ല, അവർ മൊഴി കൊടുത്തിട്ടില്ല, മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല. ഇതെല്ലാം നടക്കുന്നുണ്ട്. റേപ്പ് പരാതിയിൽ എന്താണ് ഇതൊന്നും താങ്കൾ ഈ പറയുന്നത് പ്രസക്തമേ അല്ല. ഇപ്പോൾ ഈ പറയുന്ന എന്താണ് മെഡിക്കൽ പരിശോധന ഇല്ലാത്ത കേസെടുക്കാം, നേരിട്ടുള്ള മൊഴിയില്ലാത്ത കേസെടുക്കാം, ഇലക്ട്രോണിക് എവിഡൻസ് അടക്കം BNS അത് വളരെ വ്യക്തമായ എവിഡൻസും വ്യക്തമായ വ്യവസ്ഥകളും ഉണ്ട്. എന്തിനാണെന്ന് പിന്നെ നിങ്ങൾ പരാതിക്കാരെ കൊണ്ട് സംശയത്തിന് മൊഴി നിർത്തുന്നത്? നിങ്ങൾ തള്ളിപ്പറഞ്ഞെങ്കിൽ തള്ളിപ്പറ, ആത്മാർത്ഥമായി തള്ളിപ്പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഹാഷ്മി. അല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട് എത്രയോ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടും പറഞ്ഞിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഒരു പ്രതി, അയാൾ അതിക്രൂരമായിട്ടുള്ള പീഡനം നടത്തി എന്നാണ് പറയുന്നത്, റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വവും അതിലെ അതിജീവിത എന്ന് പറയുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് ചോദ്യം ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്, ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്. പക്ഷെ അപ്പോൾ പോലും ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ട അന്വേഷണത്തിന്റെ തിടുക്കത്തിന്റെ പേരിൽ, അല്ലല്ലോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളല്ലേ ഒരുക്കപ്പെടുന്നത്? ഇവിടെ എത്തരത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്? ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ നിയമങ്ങൾ, അതേ നിയമങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്, അല്ലേ? ഞാനും ഹാഷ്മിയും ചാനൽ ചർച്ചയിലിരുന്ന അഭിപ്രായം പറയുന്നത് പോലെയല്ലല്ലോ. കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ അതിൽ നിയമസംഹിത പറയുന്നത് അനുസരിച്ചിട്ടുള്ള തെളിവുകൾ ശേഖരിക്കണം, പ്രൊസീജിയേഴ്സ് പാലിക്കണം. അക്കാര്യത്തിൽ പോലീസ് പ്രൊസീജിയേഴ്സ് പാലിച്ചിട്ടില്ല. ഇവിടെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് പോലീസിന്റെ അധിക തിടുക്കം തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ജിൻഡോ, ഈ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല, അതിൽ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. കീഴ്ക്കോടതിയാണ് രണ്ടാമത്തെ കേസിൽ ജാമ്യം അനുവദിച്ചത്, ആദ്യ കേസിൽ നോട്ട് അറസ്റ്റേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.